പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ഓരോ ദിനം കടന്നു വരുന്തോറും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ പല സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ പ്രിയ മക്കളെ, നാം ഓരോരുത്തരും കർത്താവിനോട് കൂടുതലായിട്ട് അടുത്തു വരികയും കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30-ാം വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അതിന് 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലിടുകയും അവിടെ ഹല്ലേലൂയ അവരെ നോക്കുവാൻ വേണ്ടി കാരാഗൃഹ പ്രമാണിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 25-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിക്കുന്നതായിട്ട്, കാരാഗൃഹത്തിൽ ആമത്തിലിട്ട് ഹല്ലേലൂയ പൂട്ടിക്കിടക്കുന്ന ഹല്ലേലൂയ പൗലോസും ശീലാസും പാടി സ്തുതിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. നോക്കൂ പ്രിയ മക്കളെ, ആരെയൊക്കെ എങ്ങനെയൊക്കെ കാപ്പാൻ ഏൽപ്പിച്ചാലും ദൈവത്തിന്റെ മക്കളെ, യേശുപ്പച്ചന് വേണ്ടി നിൽക്കുന്ന മക്കളെ കാത്തു സൂക്ഷിക്കുവാൻ അപ്പൻ തന്റെ ദൂതന്മാരെ കാവലാക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, കാരാഗൃഹ പ്രമാണി ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ പറയുന്ന കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. പൗലോസിനോടും ശീലാസിനോടും കാരാഗൃഹ പ്രമാണി ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഒരു ദൈവ പൈതലുള്ള വിശ്വാസവും വിശ്വസ്തതയും അവിടെ കാണുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ വിശ്വസിക്കണം, ഇവർ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, കാരാഗൃഹത്തിൽ കിടക്കുന്ന ഈ ശീലാസിനും പൗലോസിനും വേണമെങ്കിൽ രക്ഷ പ്രാപിക്കാമായിരുന്നു, അവിടെ നിന്ന് ഹല്ലേലൂയ ഓടിപ്പോയി കളയാമായിരുന്നു. പക്ഷേ ആ പൗലോസ് തന്നെ പറയുക, നിനക്ക് തന്നെ ഒരു ഹല്ലേലൂയ ഒരു പ്രയാസം വരുത്തരുത്, നീ നിന്നെ തന്നെ കൊല്ലുവാൻ ഇടയാകരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പോഴാണ് ചോദിക്കുന്നത്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് കൊടുത്ത മറുപടി നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതായിരുന്നു. പ്രിയ മക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീരും. മറ്റുള്ള ഒന്നും വേണ്ട. ഹല്ലേലൂയ. വേറെ എവിടെ നിങ്ങൾ കടന്നു പോണ്ട, യേശുവിൽ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ള ഹല്ലേലൂയ പള്ളി അതായത് എന്തെങ്കിലും കൊടുക്കുകയോ അങ്ങനൊന്നും ചെയ്യണ്ട. നിങ്ങൾ യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക, നിങ്ങൾ കർത്താവിനെ അറിയുക, ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കുക, യേശുവിനെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ജീവങ്കിലേക്ക് കടന്നു വരിക, യേശുവിങ്കിലേക്ക് കടന്നു വരിക. അവിടാണ് ഹല്ലേലൂയ രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സമർപ്പണവും
യേശുവിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുകാരനും നിത്യശിക്ഷാവധിയിൽ നിന്നുള്ള നമ്മുടെ രക്ഷകനും നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും എന്ന നിലയിൽ നമ്മോടൊപ്പം എപ്പോഴും ഏത് സമയത്തും കൂടെയിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഏതു നേരത്തും കൂടെയിരിക്കുന്ന ഒരേ ഒരു ഹല്ലേലൂയ വക്താവേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. കൂടാതെ ക്രിസ്തു പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യവും അത് നമ്മുടെ ജീവിതത്തിനെന്നും അത്യന്താപേക്ഷിതവുമാണ്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ക്ഷമിക്കയില്ല. നമ്മുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു തന്റെ ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുക, നമ്മെ സഹായിക്കുകയും മാർഗദർശനം നൽകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. യേശു ക്രിസ്തുവിന് മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള രക്ഷയിലുള്ള വിശ്വാസം നമ്മെ ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമാറാക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ഈ രക്ഷ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ സമർപ്പിക്കുന്നതിനും മുഖാന്തരമാകുന്നു. നോക്കൂ, ക്രിസ്തുവിന്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മെ വഴി നടത്തി പിതാവിന്റെ സന്നിധിയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ട് പ്രിയരെ മക്കളെ. യേശു ക്രിസ്തു നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ, നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഹല്ലേലൂയ ലഭിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 തന്നെ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുക. ആ ക്രൂശിങ്കിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ കാൽവറി ക്രൂശിങ്കിലേക്ക് നമുക്ക് വേണ്ടി രക്തമൊഴുക്കി തന്ന ക്രിസ്തുവിലേക്ക് നമുക്കൊന്ന് നോക്കാം പ്രിയ മക്കളെ. നോക്കൂ, 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ക്രിസ്തു ഇല്ലാത്തവരാണ് വേണ്ടാത്ത മാർഗത്തിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്നത്, ദൈവമക്കളെയൊക്കെ ഉപദ്രവിക്കുന്നത്. അവരൊന്നും യേശുവിനെ അറിയാത്തവരായതുകൊണ്ടാ. യേശുവിനെ അറിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പാപവും ചെയ്യുവാൻ കഴിയുകയില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല, ദൈവദാസന്മാരെ നമുക്ക് മറ്റുള്ളത് പറയുവാൻ കഴിയുകയില്ല. യേശുവിലുള്ള സ്നേഹം നമ്മൾ വേണ്ടും പോലെ രുചിച്ചറിയുകയാണെങ്കിൽ പ്രിയ മക്കളെ, ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ എന്താ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ആ നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യുവാൻ നമ്മൾ പ്രാപിച്ചെടുക്കണം, പ്രാർത്ഥിക്കണം ദിനംതോറും. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ മക്കളെ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കാരാഗ്രഹ പ്രമാണി അങ്ങനെ ചോദിച്ചുവെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ഓരോ മക്കളും നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പോട് മുന്നേറാം. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ജീവങ്കിലേക്കുള്ള പാത നമുക്ക് ഒരുക്കി തരുന്നു. ഹല്ലേലൂയ. ദിനംതോറും
തോറും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കുമായി തീരാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. കർത്താവേ, എൻ്റെ യേശുവിനെ അറിയാത്ത ജീവിതങ്ങള് വചനം കേൾക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം ഹല്ലേലൂയ കടന്നു ചെല്ലുവാൻ ഇടയാകണമേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവ സ്നേഹത്തിൽ ഓരോരുത്തരും മുന്നേറുവാൻ ഇടയാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഓരോ മക്കളെയും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.